Hi everyone, Srinarayana Guru Open University first semester PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. An introduction to historical research എന്ന ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആയ കളക്ഷൻ ഓഫ് ഡാറ്റ, സോഴ്സ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ റീഡിംഗ് ടെക്സ്റ്റ് എന്നുള്ള യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് സോഴ്സ് ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ്, അല്ലെങ്കിൽ സോഴ്സിന്റെ പ്രാധാന്യം ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഏതൊരു റിസർച്ചും ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഴ്സുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു ഫൈൻഡിങ്സ് നമുക്ക് നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് സോഴ്സുകൾ ലഭിക്കണം. അപ്പം ആ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു റിസർച്ചിൽ നിന്നും ഒരു ഫൈൻഡിങ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ 3 തരത്തിലുണ്ട്. ഒന്നാണ് പ്രൈമറി സോഴ്സ്, 2 സെക്കൻഡറി സോഴ്സ്, 3 ടെർഷ്യറി സോഴ്സ്. ഇത് 3 നമുക്ക് നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ടെർഷ്യറി ഡാറ്റ അത് നമുക്ക് പൊതുവായിട്ട് അറിയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ എന്താണ് ഈ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ടെർഷ്യറി ഡാറ്റ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം പ്രൈമറി ഡാറ്റ, അതായത് പ്രാഥമിക സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അവിടുന്ന് എടുക്കുന്ന ഡാറ്റയാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിന് നമ്മൾ നേരിട്ട് പോയി അവിടുന്ന് നമ്മൾ തെളിവുകളും കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ശേഖരിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സംഭവമാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം, പല ഡയറീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ട, അല്ലെങ്കിൽ നമ്മൾ ആ ലൊക്കേഷനിൽ ചെന്നിട്ട് നമുക്ക് ചിലവർ കോയിൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആ ഒരു പ്ലേസിൽ ചെന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആ ഒരു സംഭവത്തിനെ കളക്ട് ചെയ്തെടുക്കുന്നതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഡാറ്റയെ തന്നെ നമുക്ക് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നതും 2 ആർക്കൈവൽ സോഴ്സ് എന്ന് പറയുന്നതും. അതിൽ ആർക്കിയോളജിക്കൽ സോഴ്സിൽ ഉൾപ്പെടുന്നതാണ് ഉപയോഗിച്ച വസ്തുക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്ലേസും കാര്യങ്ങളും, അവിടുത്തെ സ്മാരകങ്ങള്, നാണയങ്ങള്, ലിഖിതങ്ങള്, അവിടെ നിന്നുള്ള സംഭവങ്ങൾ അവര് ഭൗതികമായിട്ടുള്ള ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കളക്ട് ചെയ്തെടുക്കുകയാണ്. അതാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പം അവർ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളെ, ആ ഒരു ഭൗതിക അവശിഷ്ടങ്ങൾ നമ്മൾ നേരിട്ട് ചെന്നിട്ട് കളക്ട് ചെയ്യുന്നതാണ്. അടുത്തതാണ് ആർക്കൈവൽ സോഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അപ്പം അവിടെയുള്ള അല്ലെങ്കിൽ ആളുകളെ കുറിച്ചും ഓൾറെഡി വിവരങ്ങൾ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരുപാട് സ്രോതസ്സുകൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് പോയി ചെന്നിട്ട് ആ വിവരങ്ങളെയൊക്കെ നമ്മൾ ശേഖരിക്കുകയാണ്. അപ്പം ആർക്കൈവൽ സോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങളായിരിക്കും. കാരണം നമ്മളായിട്ട് ചെന്നിട്ട് ആ ഡാറ്റകളെ നമ്മൾ കളക്ട് ചെയ്തെടുക്കണം. അപ്പൊ മാക്സിമം നമ്മൾ അതിൽ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാനും ജെന്യൂനിറ്റി കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കും. അപ്പം ഒരു സ്ഥലം, സ്ഥാപനം, ആൾക്കൂട്ടം എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ചരിത്ര രേഖകളെയാണ് ആർക്കൈവൽ സോഴ്സ് എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഭൗതിക അവശിഷ്ടങ്ങളാണ്. മൺപാത്രങ്ങളോ ലിഖിതങ്ങളോ ആഭരണങ്ങൾ അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ആർക്കൈവൽ സോഴ്സസിന്, അതായത് ഇത്തരത്തിലുള്ള രേഖകളെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തെടുക്കാം. അതിൽ ഒന്നായിട്ട് വരുന്നതാണ് ഗവൺമെന്റ് റെക്കോർഡുകൾ. അതായത് അന്നത്തെ കാലത്തുള്ള ആ ഒരു ഗവൺമെന്റിന് അവിടുത്തെ ജനങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇപ്പൊ ഇന്നത്തെ നമുക്കുള്ള ഒരു ഗവൺമെന്റിന് നമ്മളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ഗവൺമെന്റിന് എന്തായിരിക്കും അവിടുത്തെ ജനങ്ങളെ കുറിച്ചും സർക്കാരും എല്ലാ സംഭവത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ്, ഒരു റെക്കോർഡ് അവരെ കയ്യിലുണ്ടാവും. അപ്പൊ ആ റെക്കോർഡിൽ നിന്ന് നമുക്ക് ഡാറ്റകൾ ശേഖരിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ഗവൺമെന്റ് റെക്കോർഡാണ് വരുന്നത്. അടുത്തതാണ് പബ്ലിഷ്ഡ് ഡോക്യുമെന്റ്. അന്നത്തെ പബ്ലിഷ്ഡ് ഡോക്യുമെന്റ് അതിൽ ജനസംഖ്യ, അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം, സമൂഹം, വരുമാനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അന്നത്തെ ആളുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് ഉണ്ടാകും. അതിൽ നിന്നും നമുക്ക് ഡാറ്റകൾ കളക്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് ഗവൺമെന്റ് റെക്കോർഡുകളാണ്, രണ്ടാമത്തത് പബ്ലിഷ്ഡ് ഡോക്യുമെന്റ്സ് ആണ്. അടുത്തത് വരുന്നത് ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് ആണ്. അതായത് ഒരു സർക്കാർ വകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റും അല്ലെ.
അതായത് എന്തെല്ലാം ഉത്തരവുകൾ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു സൊസൈറ്റി കൊണ്ടുപോയി ലീഡ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് ഗവൺമെന്റ് റെക്കോർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സ്പീച്ചസ് ബൈ ലീഡേഴ്സ്, പല രാഷ്ട്രീയക്കാരുടെയും ലീഡേഴ്സിന്റെയും ഒക്കെ സ്പീച്ചസുകൾ, പ്രസംഗങ്ങൾ നമുക്ക് പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ ഇതിൽ ഉൾപ്പെടുന്ന മറ്റ് റെക്കോർഡ്സുകളാണ് മതഗ്രന്ഥങ്ങളും അതുപോലെ കമ്മ്യൂണിറ്റി ആർക്കൈവുകൾ, അതുപോലെ ബിസിനസ് റെക്കോർഡുകൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കൈവൽ റെക്കോർഡുകൾക്ക് ഉദാഹരണമാണ്. ഇതാണ് പ്രൈമറി ഡാറ്റ ആയിട്ട് വരുന്നത്, അഥവാ പ്രൈമറി സോഴ്സ്. നമ്മൾ നേരിട്ട് ചെന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതിൽ ആർക്കിയോളജിക്കൽ സോഴ്സും ആർക്കൈവൽ സോഴ്സുകളും ഉണ്ട്. അടുത്തതായിട്ട് വരുന്നതാണ് സെക്കൻഡറി ഡാറ്റ അഥവാ സെക്കൻഡറി സോഴ്സുകൾ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തായി, ഒരാൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ട്, അതെന്താ നമ്മൾ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത് അല്ലെ, നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ പോലെ. ഇപ്പൊ ആ ഒരു സംഭവം നടക്കുന്ന സ്ഥലത്ത് ഒരാൾ പോയിട്ട് ഒറിജിനലി ചെന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത ഡാറ്റ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. ആ സംഭവത്തെ നമ്മൾ വീണ്ടും അയാളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് പോകുന്നില്ല, അയാൾ എന്താണോ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് ആ സംഭവത്തിനെ നമ്മൾ ചെന്നിട്ട് അവരിൽ നിന്നും ആ ഡാറ്റയെ നമ്മൾ എടുക്കുക. അല്ല, ആ റെക്കോർഡ് ചെയ്ത് വെച്ച സംഭവങ്ങൾ വായിച്ചിട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മൾ ആ ഡാറ്റയെ നമ്മൾ അതിൽ നിന്നും കളക്ട് ചെയ്യുന്നു, നമ്മൾ നേരിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഉപന്യാസങ്ങൾ ഉണ്ടാകും, പ്രഭാഷണങ്ങൾ ഉണ്ടാകും, അതുപോലെ ജേണലുകളും ലേഖനങ്ങളും ഒക്കെ ഉൾപ്പെടും. അതൊക്കെ വേറൊരാൾ ഓൾറെഡി അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ വായിച്ചിട്ട് നമ്മൾ അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഒരാൾ അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടാകും, അത് നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ടെർഷ്യറി സോഴ്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ നമുക്ക് നമ്മൾ ഏതൊരു ശരിയാണോ പഠിക്കാൻ നിൽക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് കിട്ടാൻ നമുക്ക് ടെർഷ്യറി സോഴ്സുകൾ ഉപയോഗിക്കാം. അതിലേതാണ് എൻസൈക്ലോപീഡിയ, ഗൂഗിള്. ഇതൊക്കെ ഒരുപാട് ആൾക്കാരെ പലരിൽ നിന്നും വായിച്ച് എഴുതിയിട്ടുള്ള സംഭവമാണ്. ആർക്കും ഒരാൾ പോയിട്ടും ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളൊന്നും ചിലപ്പോൾ ഗൂഗിളിൽ നമുക്ക് കിട്ടിക്കോളാം ഉണ്ടാകും. പക്ഷെ ഗൂഗിളിൽ പലപ്പോഴും ഒരുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരാളിൽ നിന്ന് വായിച്ചു, അയാൾ മറ്റൊരാളിൽ നിന്ന് ചെയ്തിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പൊ ഇത് ഗൂഗിളും എൻസൈക്ലോപീഡിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ടെർഷ്യറി സോഴ്സുകളായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ സോഴ്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒരു ഡിജിറ്റൽ സോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം ഫോട്ടോസ് ഉണ്ടാവും, വെബ്സൈറ്റുകൾ, പുസ്തകങ്ങൾ, റെക്കോർഡിങ്, വീഡിയോകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ടെർഷ്യറി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ഇങ്ങനെ തുടങ്ങാം എന്നുള്ളതിനേക്കുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ടെർഷ്യറി സോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല, മറിച്ച് ഇങ്ങനെയൊക്കെ ആണ് ഒരു ചുരുക്കം കിട്ടാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് ടെർഷ്യറി സോഴ്സ്. നമുക്ക് ഇത് മൂന്നിലൂടെയും നമുക്ക് നമ്മുടെ ഡാറ്റകളെ കളക്ട് ചെയ്തെടുക്കാം. അടുത്തതാണ് ഓഡിയോ സോഴ്സ്. അതായത് അഭിമുഖങ്ങളായിരിക്കാം, റേഡിയോ സംഭാഷണങ്ങളായിരിക്കാം, പ്രസംഗങ്ങൾ, പാട്ടുകൾ. ഇതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യകത ഉള്ളവർക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ രണ്ടാമത്തേതാണ് ഓഡിയോ സോഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് വിഷ്വൽ സോഴ്സ്. ഫോട്ടോ, കല, ഭൂപടം, ഡയഗ്രാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റകളെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ സ്റ്റഡിക്ക് അനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള സോഴ്സുകളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. അടുത്തതാണ് ഫിലിം. നമുക്കത് ഒരു പ്ലഷറിന് മാത്രം പോയിട്ട് കാണുന്ന സംഭവം എന്നതിലപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമ്മളെ റിസർച്ചിന് ആസ്പദമാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നും കൂടെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പം ടെർഷ്യറി സോഴ്സിൽ ഉൾപ്പെടുന്നത് ഓഡിയോ, അതുപോലെ വീഡിയോ സംഭവങ്ങളും ഡിജിറ്റൽ സോഴ്സുകളും ഫിലിമുകളാണ്. അടുത്തത് കളക്ഷൻ ഓഫ് സോഴ്സസ്. നമുക്ക് ഏതൊരു സംഭവത്തിനും ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ പറഞ്ഞു. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈൻഡിങ്സും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. നമുക്ക് ഡാറ്റകളും അല്ലെങ്കിൽ നമുക്ക് സോഴ്സുകൾ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സിനും മാറ്റം ഉണ്ടാകും. നമുക്ക് ഏറ്റവും കൂടുതൽ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സുകൾ കിട്ടുമ്പോൾ നമുക്ക് അത്രയധികം ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്ങിലേക്കും നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റ ശേഖരണത്തിന്റെ തന്ത്രങ്ങൾ നമ്മളുടെ സ്റ്റഡിക്ക് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ
ചില സംഭവങ്ങൾ പറഞ്ഞത് എന്തിനോ ഒന്ന് ആർക്കൈവൽ റിസർച്ച് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു സ്ഥാപനത്തിനെ കുറിച്ചോ ഒരു കൂട്ടം ആളുകളെ കുറിച്ചോ ഉള്ള രേഖകളാണ് എന്ത് ആർക്കൈവൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എന്തിനോ രേഖകളിൽ നിന്ന് നമുക്ക് എന്താണ് സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഒരു ആർക്കൈവൽ റിസർച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എന്താ ആവശ്യമുള്ള ഡാറ്റകളും കാര്യങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അടുത്തതാണ് സെക്കൻഡറി സോഴ്സ് അനാലിസിസ്. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഴ്സിനെ നമ്മൾ എന്താ അനലൈസ് ചെയ്യാണ്. അതിൽ എന്തെല്ലാം നമുക്ക് വേണ്ടതുണ്ട്, വേണ്ടാത്തതില്ല. ആ ഡാറ്റയെ നമ്മൾ എന്താണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി എടുക്കുക. അപ്പൊ നമുക്ക് എന്തായി അതിൽ നിന്നും ഡാറ്റകളെ നമുക്ക് കളക്ട് ചെയ്യാനും ആ സോഴ്സിനെ നമുക്ക് എന്താ ഉപയോഗപ്പെടുത്താനും പറ്റും. അടുത്തതാണ് കണ്ടന്റ് അനാലിസിസ്. നമുക്കുള്ള ഒരു കണ്ടന്റിനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ നമ്മൾ എന്താണ് അതിന്റെ തീമും ട്രെൻഡും പാറ്റേൺ ഒക്കെ നമ്മൾ എന്താ ഒന്ന് വിശകലനം ചെയ്യാം. അപ്പൊ മനസ്സിലാകും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് എന്തെങ്കിലും കളക്ട് ചെയ്യാൻ സാധിക്കോ എന്നുള്ളത് എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കണ്ടന്റ് അനാലിസിസ് എന്താണ് ഒരു കളക്ഷൻ ഓഫ് സോഴ്സ് ആണ്. പിന്നുള്ളതാണ് നമ്മുടെ ഡയറീസ് ആൻഡ് പേഴ്സണൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പുറമേ എന്നുള്ള ഡാറ്റകൾക്ക് അപ്പുറം നമ്മൾ എന്താണ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെയും കൂടെ നമ്മൾ അതിന് ഇൻക്ലൂഡ് ചെയ്യും. എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഒക്കെ പോയ സ്ഥലത്ത് ഉണ്ടായിരുന്നു, ഇന്ന ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു വ്യക്തിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മൾ എന്താണ് ഒരു പേഴ്സണൽ ഡോക്യുമെന്റിലോ ഡയറീസിലോ ഉൾപ്പെടുത്തും. അപ്പം ഇത് എന്താണ് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്താണ് എത്നോഗ്രാഫിക് സോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിയുടെ സംസ്കാരം, പെരുമാറ്റം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് എന്ത് എത്നോഗ്രാഫിക് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു സമൂഹത്തിനെ കുറിച്ച് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള സോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൊസൈറ്റിയെ പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചിലപ്പോൾ എന്താ ആ ഒരു സോഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. പിന്നുള്ളത് സർവേ ആൻഡ് ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയറും സർവേസും ഒക്കെ എന്താ നമ്മൾ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടുള്ള നോളജ് കിട്ടാൻ എന്താ ഇതിലൂടെ പറ്റും. നമ്മൾ സർവേ നടത്തി ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൈമറി സോഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് എന്താ നേരിട്ട് കിട്ടുകയാണ് സംഭവം. അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള നമ്മുടെ സ്റ്റഡിയെ പറ്റിയിട്ട് നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്താ സർവേസിലൂടെയും ക്വസ്റ്റ്യനേഴ്സിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്നത്. അടുത്തതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ നമ്മൾ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഉണ്ട്, സെമി സ്ട്രക്ചേർഡ് ഉണ്ട്. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി എന്താ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്ന് ചോദിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി റിട്ടേൺ ആക്കി കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസിനെ ആസ്പദമാക്കിയിട്ട് എന്താ ഇന്റർവ്യൂ നടത്തുക. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ അപ്പൊ തോന്നുന്നത് അവിടെ ആ ഒരു രീതിക്ക് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും എല്ലാം നമുക്ക് എന്താണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും എന്ത് അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനോ സ്ട്രക്ചർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. അതുപോലെ നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു സന്ദർഭത്തിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളേതായ രീതിയിൽ ചോദിക്കാനുള്ള അവസരം എന്തുണ്ടാകും ഇന്റർവ്യൂവിൽ ഉണ്ടാകും. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ആണ് ഉള്ളത്. അടുത്തതാണ് കേസ് സ്റ്റഡീസ്. ഒരാൾ ഒരു വിഷയം എടുത്തിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പം അയാൾക്ക് ആ ഒരു കേസിൽ മാത്രമായിരിക്കും ഫോക്കസ് ഉണ്ടാകുക. അപ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്താ ആ ഒരു കേസിനെ ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഈ ഒരു കേസ് സ്റ്റഡി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേസ് സ്റ്റഡി നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കേസിനെ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകും ഇന്ന സംഭവങ്ങളൊക്കെ വേണ്ട എന്നുള്ള ഒരുപാട് ധാരാളം കേസ് സ്റ്റഡീസിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അപ്പം നമുക്ക് ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് എന്താ കേസ് സ്റ്റഡിയെയും ഉപയോഗപ്പെടുത്താം. നമുക്ക് എത്നോഗ്രാഫിക് സ്റ്റഡീസ്, സർവേസ്, ഇന്റർവ്യൂ, അതുപോലെ കേസ് സ്റ്റഡി, സെക്കൻഡറി ഡാറ്റ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് സോഴ്സ് കളക്ട് ചെയ്യാനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു റിസർച്ചിൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാം, നമുക്കെല്ലാം വിമർശിക്കാൻ എന്തിനോ കുറച്ചും കൂടെ എളുപ്പമുള്ള ആൾക്കാരാണ് നമ്മൾ. എന്തിനേയും നമ്മൾ വിമർശിക്കാൻ നമുക്ക് പറ്റും. അപ്പം പക്ഷേ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ എന്തുണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം.
അപ്പം നമ്മൾ അവരുടെ സാഹിത്യത്തിനെയും അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വിമർശിക്കുക. അപ്പൊ ഇതിലാണ് ഇന്റേണൽ ക്രിറ്റിസിസം ഉണ്ട്, എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഉണ്ട്. ഇന്റേണൽ ക്രിറ്റിസിസം എന്നതൊന്നും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് അവരുടെ ആ ഒരു രേഖയ്ക്ക് എത്രത്തോളം നിയമസാധ്യത അല്ലെങ്കിൽ ഒരു നിയമസാധ്യത ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അത് എത്രത്തോളം ട്രൂത്ത്ഫുൾ ആണ്, അതിൽ എത്രത്തോളം വിശ്വാസതയുണ്ട്, അത് ഫേക്ക് ആണോ അല്ലേ എന്നുള്ളതാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ രണ്ട് ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡിയെ അല്ലെങ്കിൽ എന്തൊരു സംഭവത്തിന് നമ്മൾ ക്രിറ്റിസിസം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് ഡാറ്റകളെ കളക്ട് ചെയ്തെടുക്കാം. അതുപോലെ സോഴ്സിനെ നമുക്ക് അനലൈസ് ചെയ്യാനും അതുപോലെ ഒരു കോണ്ടന്റിനെ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രൈമറി സോഴ്സിന് സെക്കൻഡറി സോഴ്സുകളുണ്ട്, ടെർഷറി സോഴ്സുകളുണ്ട്. ഇതിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.